ബന്നെ 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 ഒമ്പല ദൂരമുണ്ട്. പോവാം. ബന്നെ ചാട് ചാട് പെട്ടി ചാടേ. പെട്ടി തന്നെ ചാടുവോ? ഒന്നും മനസ്സിലാവൂല. ഹലോ അനന്തു, പെട്ടി ചാടുക എന്ന് പറഞ്ഞാൽ പെട്ടി കളയാന്നർത്ഥം. പെട്ടി കളയണോ? കുറേ ദൂരം യാത്ര ചെയ്യാനുണ്ടാവും. ഭാരം അധികം വേണ്ട, കുറയ്ക്കാനാ അയാൾ പറയണേ. അത്യാവശ്യമുള്ളത് മാത്രം എടുത്താൽ മതിയിടോ. അപ്പോഴേ ഞാൻ சொன்னேன் ഇവളെല്ലാം പാക്ക് பண்ண വേണ്ടാന്ന്. കേട്ടളാവാ? അവിടെ പോലാമാ? പോലാം സാർ. പെട്ടിയൊക്കെ അവിടെ ഇരിക്കട്ടോ. താമ്പാ பிரதர், பிளாஸ்டிக்லாம் ஏன் பிரதர் ஃபாரஸ்ட்டில் போடுறீங்க? ஓ அப்படியா? ப்ளீஸ் ஹெல்ப் மீ டு டேக் இட் அவுட். எடுங்க. ஓகே, வாங்க போகலாம். Recently, I happened to Google Filippo's Varki. Yeah? He seems to be an interesting guy. ഞാനും നോക്കിയിരുന്നു. ഡിസ്കവറി ചാനൽ കാണുന്ന പോലെ ആളൊരു സർവൈവലിസ്റ്റാ. സർവീസ് ലിസ്റ്റോ? I also follow his blog. ഞാൻ ഫിലിപ്പോസിന്റെ ചൈംസിന്റെ ഒക്കെ വലിയ ഫാനാണ്. Yeah. It makes me very peaceful. Even I have heard some of them. Recently, அவரோட composition ஒன்று கேட்டேன். Home Ved. It has all the elements of jungle. Sounded really interesting. And his dessert mix, it gives me lots of energy. അയ്യോ, അട്ടയാണെന്ന് തോന്നുന്നു. നിങ്ങൾ സ്വാമിയല്ലേ? നൂലൊന്നുമില്ല. വാട്ട്? നൂല്. I believe in science. ഓ, ഇതാരാ? മോന? എന്റെ നെഫ്യോ. നെഫ്യോ? അതാരാ? ചേച്ചിയുടെ മകനാ. അയ്യോ, അതിനെന്ത് പറ്റി? മോണ്ടു. ചേച്ചി എനിക്ക് തന്നിട്ട് പോയൊരു പ്രഷ്യസ് ഗിഫ്റ്റ്. മനസ്സ് തുറന്ന് എന്നെ സ്നേഹിക്കാൻ പഠിപ്പിച്ചത് അവനാ. സുഖമില്ലാത്ത കുട്ടിയെ വളർത്താൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ അവൻ്റെ അച്ഛൻ പോയത്. 12 വർഷം കഴിഞ്ഞിട്ടും അവനൊരു കൈക്കുഞ്ഞിനെ പോലെയാണ്. എല്ലാത്തിനും ഞാൻ വേണം. പക്ഷേ ഒരു ദിവസം അവൻ്റെ അച്ഛൻ തിരിച്ചു വന്ന് അവനെ കൊണ്ടുപോകാൻ. I had to let him go. ഞാൻ വിചാരിച്ചതിനേക്കാൾ അതെന്നെ എഫക്റ്റ് ചെയ്തു. ഒന്നിനോടും ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെ. ചെറിയ കാര്യങ്ങൾ പോലും ചെയ്യാൻ കഴിയാതെ ആശ്വാസമായി. നൗ ഇറ്റ്സ് പീസ്ഫുൾ. എന്തെങ്കിലും ഇരിക്കുന്നത്? അവർ പോയി. ലെറ്റ്സ് ഗോ. പാത്ത്. അതെ, ഇനിയില്ലേ, എൻ്റെ സ്റ്റോറി ഏകദേശം ഇതുപോലെയാ. ആണോ? ഞാനില്ലേ യുഎസിൽ പോകാനിരുന്നതാ. ഐ ഡിഡ്ന്റ് വാണ്ട് ടു ഗോ. ഐ വാസ് ഹാപ്പി ഹിയർ ഡൂയിങ് മൈ റിസർച്ച് ആൻഡ് ഓൾ. എൻ്റെ വൈഫില്ലേ മേഘ്ന,
അവൾക്കാണ് UCL ജീവിക്കാൻ ആഗ്രഹം. உனக்கு கொலம்பியா யூனிவர்சிட்டி UCLA இங்கெல்லாம் MS டிகிரி இருக்கு இல்லையா? நீ அங்கே இருந்தா எத்தனை நல்ல അല്ല இடம். അക്ക, എനിക്ക് Then comes मेरा भारत महान. நீ என்ன இது வந்து சீதாமார்க். நீ துபாயில் லேண்ட் பண்ணது ஃபோன் பண்ணு. அப்புறம் ஃப்ராங்க்ஃபர்ட் போனால் அங்கேருந்து கால் பண்ணும். JFK ரீச் ஆனால் உன்னை ரிசீவ் பண்ணுறதுக்கு சித்தப்பா சித்தி எல்லாரும் வருவாங்க. ഈ ലെറ്റർ ഇല്ലേ, അത് കിട്ടിയതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നു. ഇവിടെ ഇങ്ങനെയാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അല്ല സ്വാമി, ഇതിലിപ്പോൾ നിങ്ങളാരാ? ഓരോ ചേച്ചീൻ്റെ മോനോ അതോ ഓരോ? യു ഹാവ് ടു ബി ബ്രേവ്. ധൈര്യമായിട്ടിരിക്കണം. ഭാര്യയെ പേടിച്ച് സ്വന്തം ആഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ വേണ്ടാന്ന് വെച്ചാൽ എങ്ങനെ? സ്വന്തം ഡിസിഷൻസ് അതെപ്പോഴും പെട്ടെന്നായിരിക്കണം. അപ്പോൾ നിങ്ങളുടെ തീരുമാനങ്ങളൊക്കെ പെട്ടെന്നാണോ? ദിസ് ഇസ് ദ 15th ടൈം. 15ാമത്തെ കംപ്ലൈന്റ് ആണ്. ഇന്ന് തന്നെ പ്രോട്ടോസോൺ ഗാഡിയ ലാമിലേക്ക് പകരം യോർ ലെക്ചർ വാസ് ഓൺ മരപ്പട്ടി കാഷ്ടം. ഡീനിന് ഇപ്പം എത്ര വയസ്സായി കാണും? വൈ? അല്ല, വെറുതെ ഒന്ന് അറിയാനാ. ഈ ഏപ്രിലിൽ എനിക്ക് 53 വയസ്സായി. ഏപ്രിൽ 1-ാം തീയതി ഒന്നുമല്ലല്ലോ. സി ഡീൻ, യു ക്യാൻ ഷൗ ദിസ് ജോബ്. എവിടേക്കാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. സോ മിസ്റ്റർ അനന്തു, ഓൾവേസ് യുവർ ഡിസിഷൻ ഷുഡ് ബി ഫാസ്റ്റ് ആൻഡ് ബ്രേവ്. മനസ്സിലായില്ലേ? വേഗം ബന്നി വേഗം. എന്നല്ല എലുമ്പാർക്ക് ആ കുന്നുമ്മിലേക്കൊന്ന് നോക്കി, അത് ആനല്ലേ? ആ, അത് പിടിയാനയാ. നോക്ക് വേട, കുമ്പില്ല, കായ്ക്കൾ കൊണ്ടുപോയേ. കാലത്ത് മറ്റേ ആനേനെയും വെറുതെ വിടൂല. Damn poachers. ജീവന് വില കൊടുക്കാത്ത മഹാഭാവികൾ. എത്ര ദിവസമായി നോക്കി നിൽക്കിനി, അവൻ വരൂല. Madam, there's a call for you. Yes, Venkat? There's a call for you. Yeah. Hello? Hello, Madhu. Shilpa here. Yeah? There's some bad news. Huh? We did our best. Madhu, you know, since Madhavi is no more, Vivek has all the rights to take away Montu. He was with me his entire life. And only I know what he wants and when he wants. You know, right? The law doesn't have such emotions, Madhu. But They have given us a date. can't we try in a higher court? We could, but the results would be the same. It will only cause you more heartaches. Be brave, Madhu.
സാറേ ചായ. ആ அண்ணே இங்கே மொபைல் சிக்னல் எதுவும் கிடைக்காதா? കുറച്ച് അപ്പുറത്ത് കിടക്കുന്നു തോന്നുന്നു. சார் ஃபோட்டோ எடுக்க வந்ததா? இல்லை, நான் ஆக்சுவலாக ஒரு இயற்கை விரும்பி சும்மா அந்த காட்டை சுற்றி பார்க்கலான்னு வந்தேன். ಥ್ಯಾಂಕ್ಸ್. ಆಯ್ತು ಸರ್. ಎವಳು? 1500. ഈ അമ്മമ്പട്ടി അമ്മമ്പട്ടി എങ്ക ആ ഇത് തന്നെയാണ്. ബാക്കി മൂപ്പരോട് വെച്ചാൽ വാപ്പാ हमें विलेज जाना है, जंगल नहीं. മുന്നാടി പറഞ്ഞിനി കാട് കാട് ജംഗൽ. മൂപ്പരങ്ങളെ കൂടുതലാന്ന് തോന്നുന്നു കേട്ടോ. താങ്ക് യു. മുന്നാടി പറഞ്ഞു തന്നെ കാട് കാട് ജംഗല്. अरे कब से यही रट लगा रखा है. എന്നമ്മ Same thing over എല്ലാവർക്കും again. ചൊല്ലി പറഞ്ഞു കത്ത് കടച്ച ഇല്ല ഇല്ല. We are just wasting our time here. This guy seems crazy. ഇടെ പക്കം അത്ര Done with. കാട്ടിലോട്ട് പോണ്ട, ആടെ പ്രേതങ്ങളുള്ളതാ. പിന്നെ ഇയാളാ മന്ത്രവാദിനിയുടെ ആളാ. പ്രേതം What did he say? Excuse me. What's the problem? Why is he going? This guy is saying something. It makes no sense. He's saying the village is in the forest. Are these guys leaving? What's all this nonsense? Where do we start? No. Yeah, but the villagers said the forest is haunted. അത് വെറുതെ പറയണതാ, വെറുതെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കണതാ. Tina, you coming on? What's your name? I'm Madhu, Madhumita. I am അനന്തകൃഷ്ണൻ. അതെ, നമ്മളെങ്ങോട്ടാ പോണേ? വാ 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 വാ. വേഗം ബന്നി ബന്നി. See, I'm coming from Bangalore. Oh, is it? Excuse me. നമ്മൾ പോകുന്ന ഗ്രാമത്തിന്റെ പേരെന്താന്നാ പറഞ്ഞേ? 7000 കണ്ടി. കണ്ടി? ഈ കണ്ടി എന്ന് പറഞ്ഞാല് എന്താ അത്? செந்தமிழ்லையும் கண்டின்னு ஒன்று இருக்கு, அதுவா? അതാ ഭൂമിയുടെ അളവാ. ഒരു കണ്ടി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 60 ഏക്കറോളം വരും. ബന്നി പൊട്ടി ബന്നി ബന്നി. ഈ തടിയുടെ തൂക്കത്തിനും കണ്ടി എന്ന് പറയും. പണ്ട് കാലത്ത് ഈ പറമ്പുകൾക്ക് ഇടുന്ന പേരാ. എൻ്റെ മുത്തച്ഛൻ്റെ തറവാടിൻ്റെ പേര് ചക്കച്ചൻ കണ്ടി എന്ന്. ചക്കച്ചൻ കണ്ടിയോ? ഇൻട്രസ്റ്റിംഗ് നെയിം. മഴ വന്ന തണിയോടോ കാട്ടുക്കുള്ള പൂമണക്കം പൂമണത്താത്തേനൊഴുകോ അറിയൊക്കെ എന്നൊഴുകിയ കുരുവി വരും எனக்குள்ள சந்தோயோ காட்டுக்குள்ள சந்தோயோ. കാനനം മോഹനം കോമളം ശ്യാമളം. പക്ഷേ പാലിക്കാനുണ്ട് എനിക്കേറെ വാഗ്ദാനങ്ങൾ. നിദ്രയ്ക്ക് മുമ്പേറെ നാഴിക താണ്ടണം, നിദ്രയ്ക്ക് മുമ്പേറെ നാഴികകൾ താണ്ടണം, നിദ്രയ്ക്ക് മുമ്പേറെ നാഴികകൾ താണ്ടണം. Armed with a plunger, he stares down into the toilet bowl as the waste he has just expelled captivates him, and all swell of ideas comes flooding. പേര് നീലകണ്ഠൻ. CK മേനോൻ, അപ്പുക്കുട്ടൻ.
പക്ഷേ മേനം ചേർത്ത് വിളിക്കണം. ഓ man. Hey, come on, young man. Yes. No. Careful. നോക്കി കരുതിയില്ല. ഓഹോ ബന്നി വാ. Give me a hand. Excuse me. ബന്നി വാ. പാത്ത് Yeah, I know. Very. അച്ഛനെ കാണുമ്പോൾ ചെറിയ കുട്ടികളെ പോലെ നിലവിളിക്കുന്നത്. ഇറ്റ്സ് വവ്വാൽ. അതൊരു സഹജീവിയല്ലേ. ഈ വേമ്പയർ ബാറ്റ്സുകളെ ചോര കുടിക്കും. ചോര കുടിക്കും. എവിടെയായിരുന്നു മിസ്റ്റർ വേടൻ? തിലാപ്പിയ ഞാൻ ഫിഷൊന്നും കഴിക്കില്ല. കഴിക്കാനോ ഇത്ര ഫ്രഷായിട്ട് എവിടെ കിട്ടും? Velusol. ഹെവി ഡോസ് ആണല്ലോ. ഇത് ആക്ച്വലാ என்னோட லைஃப்ல 6 மாசமா ஒரு முக்கியமான மெம்பர். இது இல்லைன்னா என்னால் இருக்க முடியாது. What's the problem? I have been noticing you. எனக்கு 4 மாசம் முன்னாடி தான் தெரிஞ்சது இப்படி ஒரு நோய் எனக்கு இருக்குன்னு. MND, motor neuron disease. My muscles are getting weaker day by day. பெரிய பெரிய ஆளுங்களுக்கு தான் இந்த மாதிரி டிசீஸ் வரும்பாங்க. I believe Stephen Hawking is also suffering from this. நான் லைஃப் என்றைக்குமே பாசிட்டிவாக பார்க்குறேன். For an extremely outdoor person like me, it was as good as death. Should you go? It's a big risk. You could collapse somewhere and you may end up in a comatose state. லைஃபே இன்னும் 6 மாதத்தில் முடிய போகுதுன்னு சொல்லிட்டீங்க. Let me just enjoy it. Sam, you should know the seriousness. Doctor, let him go. Thank you. என்றைக்குமே எனக்கு பிடிச்சது தான் சார் நான் பண்ணுவேன். அண்ட் இந்த லெட்டர் தான் எனக்கு வர வச்சிருக்கு. And I really want to do this. Okay. You are in the right place at the right time. Nature is a great healer. Thank you. Sir. Yes. Sir. அங்க பாருங்க. Hey. Hey. எல்லாரும் வா. ஓடி வா. എന്ത് പറ്റി? வா. എല്ലാം
ജസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എന്ത് പറ്റി? സൂക്ഷിച്ച പറഞ്ഞാ മുങ്ങണ്ട. ഒരു മക്കാറാക്കിയതല്ലേ. വേഗം പറ്റി നേരെ 8 ഓ മാനം നോക്കി സമയം വാച്ചില്ലേ? വേടാ വേടാ വേട അത് വന്ന് ഓ ഓ ചതുപ്പാണത്രേ, കാല് താന്നു പോകും. So beautiful. അതൊന്നുമില്ല. വാ ഇന്നലെ വാ വാ വാ. പൊട്ടിയമ്മക്ക് കോപം വന്ന എല്ലാമേ നാശമായിടും, എല്ലാമേ നാശമായിടും, എല്ലാമേ നാശമായിടും. അങ്കിള് പേടിച്ചല്ലേ? എനിക്കറിയാം അങ്കിള് പേടിച്ചല്ലേ? അത് കിഡ്സാൻഡ് ചതപ്പ് അതിന്റെയൊക്കെ ഒരു ഫിനോമിനലാണ്. ഈ ഫോസ്ഫറസിന്റെയും സൾഫറിന്റെയും ഒക്കെ കോമ്പിനേഷൻ ഇല്ലേ, ചിലപ്പോൾ ബ്ലൂ ബോൾസ് ആവാം, ചിലപ്പോൾ റെഡ് ബോൾസ് ആവാം. ഇതൊരു മിത്താണ്. അവര് പൊട്ടനും പൊട്ടിന്നൊക്കെ വിളിക്കും, എന്നിട്ട് പേടിക്കും. എങ്ക പോന വെറും പാമ്പ് രുദ്രാണല്ലി, രാസപമ്പാല, ഒന്നും ചെയ്യാതെ പാവം. ഇല്ലി എത്തിപ്പോയി. മൂപ്പണ്ടാ 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 എവിടെ പോയി? മൂപ്പണ്ണ മൂപ്പണ്ടാ മൂപ്പണ്ടാ വരല്ലേ ഇതേ വന്ന് ബാക്കി പോയി.
Come this way. ഇതെന്താ ബങ്കറോ? അത് കുയിമടാ. Oh, thanks. Come on. Oh, very interesting. Wow, you are fully into it. Please be comfortable. ചുക്കുവേടെ. I am Philippos John Worky. ഹലോ. മെനോൻ സർ. CK മേനോൻ. എനിക്കറിയാം സർ. ഓ. സാറിന്റെ സബോർഡിനേറ്റ് ആയിരുന്നു എൻ്റെ ഫാദർ ജോൺ വർക്കി. ജോൺ വർക്കി? യാ. ജോൺ ലോങ് ബാക്ക്. ജോൺ വർക്കി. പ്രൊഫസർ നീലകണ്ഠൻ. സാറ് PhD ചെയ്യുമ്പോൾ ഞാൻ അവിടെ ജൂനിയർ ആയിരുന്നു. ഓ, എല്ലാവർക്കും എന്നെ അറിയായിരുന്നു. I was quite famous then, you know, with all my activities. അനന്തകൃഷ്ണൻ സുബ്രഹ്മണ്യൻ, ഹരിപ്പാട് സ്വദേശി. അച്ഛൻ സുബ്രഹ്മണ്യൻ അയ്യർ ട്രഷറിയിലെ ക്ലർക്കായിരുന്നു. ചൈൽഡ് പ്രോഡിജി, SSLC ഫസ്റ്റ് റാങ്ക്, 16ാമത്തെ വയസ്സിൽ ഡിഗ്രി പാസ്സായി. 1992 നോബൽ ലോറേറ്റ് ഓല ജോർജിൻ്റെ കൂടെ സൂപ്പർ ആസിഡ്സിനെ കുറിച്ച് പേപ്പർ പബ്ലിഷ് ചെയ്തു. മധുമിത കൃഷ്ണൻ. മധു. അച്ഛൻ കൃഷ്ണകുമാർ മെഷീൻ ടൂൾസ് കമ്പനിയിലെ ചീഫ് എഞ്ചിനീയർ. അമ്മ മമത ബക്കറി, പൂനെക്കാരി. ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു. ഷീ ഈസ് നോ മോർ. വൺ ഓഫ് ഇന്ത്യസ് എയ്സ് ഗൺ ടെസ്റ്റേഴ്സ്. മൾട്ടിപ്പിൾ ട്രിഗർ മെഷീൻസ് ഇന്ത്യയിൽ കൊണ്ടുവന്നതിൻ്റെ ഒരു സൈലന്റ് ബ്രെയിൻ. ഈ ഡീറ്റെയിൽസ് ഒക്കെ എവിടെന്നാ കിട്ടിയത്? ഇതൊന്നും ഒരിടത്തും പബ്ലിഷ് ആയിട്ടില്ലല്ലോ. ഷൺമുഖൻ ഇളങ്കോവൻ. You can call me Sam. Yeah. Adventure junkie, nature lover. Bay of Bengal anti-drenching campaign 2007 founding members. I was also part of it. அப்படியா? நீங்க அங்க இருந்தீங்களா? Yeah. It was a crazy campaign. Shamsuddin. ഷംസുദ്ദീൻ. ദാ എനിക്കും കിട്ടി കത്ത്. ഓ ഓ ഓ ചെർപ്പുളശ്ശേരിയിലെ ദ ഫേമസ് സ്ട്രീറ്റ് മജീഷ്യൻ. ദ ഗ്രേറ്റ് ഇന്ത്യൻ മാംഗോ ട്രീ ആക്ട് ചെയ്യുന്നയാൾ. അത് തന്നെ. അപ്പോൾ തനിക്ക് മാജിക് ഒക്കെ അറിയാലേ? ഓ, താനാണ് ആ വട്ടനല്ലേ? വർക്കി പറഞ്ഞിട്ടുണ്ട് അയാളുടെ വട്ടും അമ്മയുടെ പാട്ടും ചേർന്ന ഒരു സഞ്ചാരിയായ മകനുണ്ടെന്ന്. തന്നെ പറ്റി എന്തൊക്കെയാ ഇവര് പറയുന്നറിയോ? സർവൈവലിസ്റ്റ്, സൗണ്ട് എഞ്ചിനീയർ, തന്റെ ഓരോരോ എക്സ്പീരിയൻസസ്. മേനോൻ സാറ് പറഞ്ഞത് എല്ലാം ശരിയല്ല. ബ്ലോഗിൽ കുറേയൊക്കെ ഫിക്ഷണലൈസ്ഡ് ആണ്. ജംഗിൾ ചൈംസ്, ഡെസേർട്ട് മിക്സ് എന്നൊക്കെ പറയുന്ന സിംഫണീസ് ഉണ്ടാക്കാൻ ഞാൻ പല സ്ഥലങ്ങളിലും അലഞ്ഞു തിരിഞ്ഞിട്ടുണ്ട്. ആളും മനുഷ്യനുമില്ലാത്ത ഏതൊക്കെയോ സ്ഥലങ്ങളിൽ പലപ്പോഴും പെട്ടു. കുടിക്കാൻ വെള്ളം പോലും കിട്ടാതെ വന്നു. പക്ഷേ ആ ട്രാപ്പിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി ഏത് എക്സ്ട്രീം വരെയും ഞാൻ പോവുമായിരുന്നു. ഈ ട്രാവൽ എക്സ്പീരിയൻസ് ഒക്കെ ഞാൻ മുടങ്ങാതെ ബ്ലോഗിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. വിശന്ന് വലഞ്ഞപ്പോൾ കിട്ടിയ കണ്ണി കണ്ടതൊക്കെ കഴിക്കേണ്ടി വന്നു. അതിൽ ഞാഞ്ഞോളും പുഴുക്കളും ഒക്കെ പെടും. കടൽ കടക്കാൻ ചങ്ങാടം വരെ കെട്ടാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ മാൻ വേഴ്സസ് വൈൽഡിലെ ബാഗ്രിൽസില്ലേ, പുള്ളിക്കാരനാണ് എൻ്റെ ഐഡൽ. അങ്ങനെയാണ് സർവൈവലിസ്റ്റ് എന്ന ടാഗ് വീണത്. ഏത് കാട്ടിൽ പോയി ജീവിക്കാനും എമർജൻസി സിറ്റുവേഷൻസ് വന്നാൽ ഒന്നും നോക്കാതെ ഓടി രക്ഷപ്പെടാനും പഠിച്ചു. ഒരു പ്രാവശ്യം അങ്ങനത്തെ ഒരു ഓട്ടത്തിൻ്റെ ഇടയിൽ ഏതോ മൃഗത്തിനെ വെച്ച ഒരു കുരുക്കിൽ പെട്ടു. അവിടുന്നാണ് മലവേടനെ പരിചയപ്പെടുന്നത്. പിന്നെ അങ്ങോട്ട് മലവേടൻ എൻ്റെ കോൺസ്റ്റന്റ് ട്രാവൽ കമ്പാനിയനായി. ഞാൻ മൂപ്പണ്ണനും മലവേടൻ മലയുമായി മാറിയത് അങ്ങനെയാണ്. ഞാൻ അതുവരെ കാണാത്തതും അറിയാത്തതുമായ കുറേ കാടുകളിലും മേടുകളിലും മല എന്നെ കൊണ്ടുപോയി. ആ കൂട്ടത്തിലാണ് 7000 കണ്ടിയെക്കുറിച്ച് മല എനിക്ക് പറഞ്ഞു തന്നത്. ഈ കാട്ടിനുള്ളിൽപ്പെട്ട് വഴിതെറ്റി മടങ്ങി വരാൻ പറ്റാത്തവരുടെയും കോടയിൽ ഒളിച്ചിരിക്കുന്ന ഭൂതങ്ങളുടെയും രാത്രി മിന്നിത്തിളങ്ങുന്ന പ്രേതങ്ങളുടെയും അങ്ങനെ മിസ്റ്റീരിയസ് ആയ കുറേ കഥകൾ കേട്ടു.
പിന്നീട് എൻ്റെ മേലെ അത്രയും ഒരു കോൺഫിഡൻസ് ആയ ശേഷമാണ് മല എനിക്ക് ഈ 7000 കണ്ടിയിലേക്കുള്ള സുരക്ഷിതമായ വഴികൾ കാണിച്ചു തന്നതും ഇവിടുത്തെ പല ഹിഡൻ സീക്രറ്റ്സ് പറഞ്ഞു തന്നു. 7000 കണ്ടിയെപ്പറ്റി കൂടുതൽ പഠിച്ചപ്പോഴാണ് ഇവിടുത്തെ ബ്രിട്ടീഷ് ഹിസ്റ്ററിയെക്കുറിച്ച് അറിയുന്നത്. 149 കൊല്ലങ്ങൾക്ക് മുമ്പ് ഊട്ടി, സിലോൺ, ഡാർജിലിംഗ് ഒക്കെ ഈ ചായത്തോട്ടങ്ങളായി മാറിക്കൊണ്ടിരുന്ന കാലത്താണ് പരുന്തുമുടി എന്നറിയപ്പെട്ടിരുന്ന ഈ പ്രദേശം ബ്രിട്ടീഷ് കമ്പനിയായ ലോർഡ് ലിവിങ്സ്റ്റൺ ട്രേഡിംഗ് കമ്പനി ശ്രദ്ധിച്ചത്. നിങ്ങൾ വരുന്ന വഴി അതിൻ്റെ ഫൗണ്ടേഷൻ സ്റ്റോൺ കണ്ടു കാണും അല്ലേ? മാഞ്ചസ്റ്റർ. അത് തന്നെ. അന്ന് 76 രൂപയ്ക്കായിരുന്നു ലോർഡ് ലിവിങ്സ്റ്റൺ ട്രേഡിംഗ് കമ്പനി ഈ വനത്തിൻ്റെ അധികാരിയായിരുന്ന കോഴിപ്പാറ മനയിലെ ദത്തൻ നമ്പൂതിരിയുമായി 150 വർഷത്തെ ലീസ് വെച്ചത്. ലീസ് പ്രകാരം 150 വർഷത്തിനുള്ളിൽ പരുന്തുമുടി ഒരു ടീ പ്ലാന്റേഷനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇൻഡസ്ട്രിയോ ആക്കി മാറ്റിയാൽ അത് ലോർഡ് ലിവിങ്സ്റ്റണ് സ്വന്തമാകും. ഇനി കുറച്ച് മാസങ്ങളേ ഉള്ളൂ എഗ്രിമെൻ്റ് തീരാൻ. സോ മുടിഞ്ഞ എന്നാവും? കാർഡ് തിരിച്ച് ഭാരത് സർക്കാരിന് കൊടുക്കണം. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കമ്പനിയുടെ ആൾക്കാർ ഇവിടെ വന്ന് മണ്ണ് ടെസ്റ്റ് ചെയ്തപ്പോൾ ഈ കാർഡ് പലതരം റെയർ മിനറൽസ് നടന്നതാണെന്ന് അറിഞ്ഞു. അമറൻറ്റൈൻ, ബോക്സൈറ്റ്, ടൈറ്റേനിയം, ക്രോമിയം, അങ്ങനെ ഒരുപാട് റെയർ മിനറൽസും മറ്റ് ജെംസ്റ്റോൺ മിനറൽസും ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. അന്ന് മുതൽ ഇവിടെ മൈനിങ്ങും മരം വെട്ടും തുടങ്ങി. മരം വെട്ടുക എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഏകദേശം 5 ഹെക്ടറോളം വനം അവർ വെട്ടി നീക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനാണ് ഞാൻ സുപ്രീം കോർട്ടിലെ എൻവയോൺമെൻറ്റ് ഇഷ്യൂസ് ലോയർ വേണുഗോപാലിനെ കാണാൻ പോയത്. അദ്ദേഹം പറഞ്ഞാണ് ഞാൻ ലീസ് എഗ്രിമെൻറ്റിൻ്റെ ചില ഹിഡൻ ക്ലോസസിനെ കുറിച്ച് അറിയുന്നത്. 150 കൊല്ലങ്ങൾ കൊണ്ട് പരുന്തുമുടി ഒരു പ്ലാന്റേഷൻ അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ ആക്കിയാൽ ഒരു 350 കൊല്ലം കൂടെ ലീസ് നീട്ടി കിട്ടും. ഓ, അത് ശരി. അതിനുള്ള ഓട്ടപ്പാച്ചില്ല ഈ കോൺട്രാക്ടേഴ്സ്. ഓ, അതാണ് വരുമ്പോൾ பார்த்தேன் லாரியில் மரத்தை வெட்டி எடுத்துகிட்டு போனது. ബട്ട് വൈ ആർ വി ഹിയർ മാൻ? 7000 കണ്ടിക്ക് വേണ്ടി. ഭൂതങ്ങൾ, പ്രേതങ്ങൾ, ഇങ്ങനെയൊക്കെയാണ് ഇവരെ പുറം ലോകം വിശേഷിപ്പിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇവരതൊന്നുമല്ല. പ്രകൃതിയോട് അതിയായ സ്നേഹവും സദാസമയം ജാഗ്രതയും എന്തിനോടും പേടിയുമുള്ള നിഷ്കളങ്കരായ കുറേ പേർ. പക്ഷേ നമ്മുടെ ഇടയിൽ കാണുന്ന പല നെഗറ്റീവ്സും ഇവരുടെ ഇടയിലുമുണ്ട്. ആയുധു, ഭേട്ട, തർലേർ, ഇവരെയാണ് ഇവിടെ ഏറ്റവും കീഴ്ജാതിയായി കണക്കാക്കുന്നത്. അവരാണ് പക്ഷേ ഈ ഗ്രാമത്തിൻ്റെ ഷിയർ എക്സിസ്റ്റൻസ്, ഈ ഗ്രാമത്തിൻ്റെ വിശപ്പകറ്റുന്നവർ. അതാ മീൻ പിടിക്കുന്നത് കണ്ടോ, അവരാണ് തർലേർ. നായാട്ട് നടത്തുന്ന ഒരു ഭേട്ട. ഗ്രാമം സംരക്ഷിക്കുന്നതും ഈ ജാതിപ്പെട്ടവരാണ്. ഈ സ്പീക്കേഴ്സിൽ അവരുടെ ശബ്ദം കേൾക്കാം അല്ലേ? അതല്ലേ ടെക്നോളജി. അവരെ അറിയാതെ ഞാൻ പല സ്ഥലങ്ങളിലും മൈക്രോഫോൺസ് വെച്ചിട്ടുണ്ട്. அவங்க வெப்பன்ஸ்லாம் பார்த்தா ரொம்ப ஆதி காலத்து ஆயுதம் மாதிரி இருக்கு. സാം, അതിന് വെപ്പൺസ് ഇവരിപ്പോഴും ഹണ്ടിങ്ങിന് മാത്രമേ ഉപയോഗിക്കൂ. ഒരു ശത്രു രാജ്യമൊന്നുമില്ലല്ലോ ഇവർക്ക് യുദ്ധം ചെയ്യാൻ. അതുകൊണ്ട് അവരുടെ വെപ്പൺസിനൊന്നും വലിയ മാറ്റം വന്നിട്ടില്ല. இதை பார்த்தா டார்சன் காமிக் படிக்கிற மாதிரி இருக்கு. സോ ഫ്ലെക്സിബിൾ. ഇന്ന് വരെ ഇവരാരും മരത്തിൽ നിന്ന് വീണതായിട്ടും പരിക്ക് പറ്റിയതായിട്ടും ഞാൻ കണ്ടിട്ടില്ല. അവരുടെ കുടുംബത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ മരങ്ങൾ. എന്തിനാ അവരതൊക്കെ ബാസ്ക്കറ്റിനുള്ളിലേക്ക് വെക്കണത്? മധു, അതാണ് അതിൻ്റെ ഒരു തമാശ. കെലമതിയിൽ നിന്ന് മധ്യമതിയിലേക്ക് ഭക്ഷണം കൊടുക്കുന്നത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നെഗറ്റിവിറ്റി. ഇവരും നമ്മളും തമ്മിലുള്ള ഒരു സാമ്യത, ജാതി വ്യത്യാസം. ഈ ഗ്രാമം കണ്ടില്ലേ, 3 ഡിഫറെൻറ്റ് ലെവലുകളായിട്ടാണ്: കെലമതി, മധ്യമതി, മുഖ്യമതി. ഇതുവരെ എല്ലായിടത്തും ഉണ്ടല്ലോ. എവിടെ, ഞാൻ നോക്കട്ടെ. കുഞ്ഞാത്തനും കരിയാത്തനും, ദ ഐസ് ഓഫ് 7000 കണ്ടി.
ഞാനിവിടെ വന്ന കാലം തൊട്ട് അവരെന്നെ ഇതേമാതിരി നോക്കിയിരിക്കുക. നിങ്ങൾ വരുമ്പോഴും ചിലപ്പോൾ ഫോളോ ചെയ്തിട്ടുണ്ടാവും. കംപ്ലീറ്റ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ തന്നെ ഉണ്ടല്ലോ ഇവിടെ. എല്ലാം സെൽഫ് സഫിഷ്യൻറ്റ്. സാർ, ഇതാണ് മധ്യമതി. ഇവിടെയാണ് വീവേഴ്സും പോർട്ടേഴ്സും ഒക്കെ ഉള്ളത്. കെലമതിയിലുള്ളവർ മധ്യമതിയിലേക്ക് കയറാൻ പാടില്ല. ഓ, ചാണോപ്പറ്റ, വെരി ഇൻട്രസ്റ്റിംഗ്. അതാരത്? ഓ, അത് നീലിയാണ്. ആൻഡ് ദിസ് ഈസ് കരിയാൻ, ദ ബ്ലാക്ക് സ്മിത്ത്. കബണാർ ജാതിയിൽപ്പെട്ടതാണ്. കെലമതിയിലേക്കുള്ള വെപ്പൺസ് ഉണ്ടാക്കുക. കരിയാൻ മുഖാര ജാതിയിൽപ്പെട്ട നെയ്ത്തുകാർ തിരുതയിൽ അയിനടിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. പക്ഷെ ഇവിടെയും സെയിം സോഷ്യൽ സ്റ്റിഗ്മ. ഈ രണ്ട് ജാതികൾ തമ്മിൽ മംഗലം പാടില്ല. മംഗലോ? അതെന്താ? കല്യാണം. അവരെന്താ അവിടെ ആയിരിക്കണത്? ശേഖരണം കുലത്തൊഴിലായി എടുത്തിട്ടുള്ള ആയുധ വിഭാഗത്തിൽപ്പെട്ടവർ. കരിയാനുള്ള മെറ്റൽ ഓർ കളക്ട് ചെയ്യുക. വാട്ടർവേസ് കണ്ടില്ലേ? ഇനിയപ്പയുടെ ക്രിയേഷനാണ്. He seems to be an adventure junkie like me. That's Iniyappa. He is the chief engineer of ഏഴായിരം കണ്ടി. ഗ്രാമത്തിൻ്റെ മുഴുവൻ മെയിൻ്റനൻസിൻ്റെയും ചുമതല പുള്ളിക്കാരനാണ്. ഇവിടെ കാണുന്ന മെഷീൻസൊക്കെ അവൻ്റെ സൃഷ്ടിയാണ്. ഇത് മടിക്കേർ വിഭാഗം. ഈ കന്നഡയിൽ മടിക്കെന്ന് പറഞ്ഞു വെച്ചാൽ മൺകലമാണ്. അതിപ്പോൾ ഹിന്ദിയിലും മഡ്ക എന്ന് തന്നെ പറയുന്നു. ആഹാ, കുഞ്ഞിനും കരിയനും താഴ്ത്തെത്തിയില്ലോ. കൊടു. ഇവരാണല്ലേ ഇവിടുത്തെ പൂവാലന്മാര്. നായ്ക്കൊരെണ്ണം മൂക്കും തോറും ചൊറിച്ചിൽ കൂടുക എന്നല്ല പറയാ, അല്ല സാർ? ഇവരെന്താ ഈ കുടിക്കണത്? സം കൈൻഡ് ഓഫ് ആൽക്കഹോൾ? അവരുടെ സ്പിരിറ്റ് ആണത്. മത്ത്. മത്തോ? ആ, മധു ഒന്ന് നോക്ക. എന്താ അവര് തുപ്പണത്? ഒരു തരം കിഴങ്ങാണ്. ഇവിടെയാണ് ഇതിന്റെ അയർണി. തമ്മിൽ തൊടാൻ പാടില്ലെങ്കിലും കെലമതിയിലെ പെണ്ണുങ്ങൾ ചവച്ചു തുപ്പുന്ന ഈ കിഴങ്ങ് വെച്ചാണ് മുഖ്യമതിയിലേക്കും മധ്യമതിയിലേക്കുമുള്ള മത്തുണ്ടാക്കുന്നത്. അതാണ് പറങ്ങോടൻ. ഇപ്പോൾ ഇവിടുത്തെ കാരണം. മെയിൻ ആക്ടിവിറ്റി വെറുതെ കളിച്ച് സമയം കളയുക, സ്ഥിരമായി കളിക്കുക, തോൽക്കുക. ഇന്നത്തെ കളി തോറ്റൻ്റെ ക്ഷീണത്തിലാണ്. ഓ, ഞാൻ പറയാൻ മറന്നു. ഇതൊരു മേട്രിയാക്കൽ സൊസൈറ്റിയാണ്. ഇപ്പോഴത്തെ ഇവിടുത്തെ തറവാട്ടമ്മ എന്ന് വേണമെങ്കിൽ പറയാം. മീൻകണ്ണി, പറങ്ങോടൻ്റെ നീസ്. പെണ്ണ് നല്ല കുറുമ്പിയാണല്ലേ? പൊന്നി. മീൻകണ്ണിയുടെ അനിയത്തി. തറവാട്ടമ്മയാവാൻ നെക്സ്റ്റ് ഇൻ ദ ലൈൻ. അവൾക്ക് ഈ ജാതിയും കൂലിയൊന്നുമില്ല. എല്ലായിടത്തും പോകും, എല്ലാവരെയും തൊടും. അവൾ കാരണം ഇവിടുത്തെ എല്ലാ തട്ടിലുള്ള കുട്ടികൾക്കും എവിടെ വേണേലും പോവാം. എത്ര പറയുന്നു, എപ്പോ താത്തിരിക്ക് കാല് പൂത്തു പോ. വിളിക്കേണ്ട വേഗം വരണം, കൂട്ടിട്ട് പോ. മീൻകണ്ണി ഒരു ടഫ് നട്ടാണ്. ദയാദാക്ഷിണ്യം എന്നുള്ളത് അവളുടെ വൊക്കാബുലറിയിലേ ഇല്ല. അവർ പ്രിമിറ്റീവ് ആയിരിക്കാം, പക്ഷെ അവർക്ക് അവരുടേതായ ഒരു ഫാഷൻ സ്റ്റൈൽസ് ഒക്കെ ഉണ്ട്. ഒരു സ്റ്റൈലിസ്റ്റ്. അതാണ് ചെറുക്കൻ. മറ്റേതവൻ്റെ അസിസ്റ്റന്റ്. പക്ഷെ ഇതുവരെ അവൻ്റെ പേരെനിക്ക് മനസ്സിലായിട്ടില്ല. ചെങ്ങായി പശുക്കൂട്ടിലല്ലേ? ഓ, അതാണ് ഇവിടുത്തെ ജയില്. ഉള്ളിൽ കിടക്കുന്നത് ഐത്തൻ. അവനെ ഊര് വിലക്കിയതാ. കുറ്റം ചെയ്താൽ ഇവർക്കുള്ള ശിക്ഷ ഈ ജയിലാണ്. ആ താഴത്ത് കാണുന്നത് അവൻ്റെ ഫാമിലിയാ. ഒളിച്ച് ഭക്ഷണം കൊടുക്കാൻ വന്നിരിക്കുക. മധു, ഒന്ന് മേലേക്ക് നോക്ക്. ആ കാണുന്നത് ഗുഗുത്തായുടെ കുടിലാണ്. ഒരു സ്ട്രേഞ്ച് കുടിലാണല്ലോ. വന്നല്ലോ. ഈ കാട്ടിൽ പുതുതായിട്ട് ആര് വന്നാലും ഗുഗുത്തായി അറിയും. ഇവിടുത്തെ ആസ്ട്രോളജറും കാലാവസ്ഥാ നിരീക്ഷകയും ഒക്കെ ഗുഗുത്തായാണ്. ഷീ ഈസ് ഓൾസോ ദ ഡോക്ടർ ഹിയർ. ഒരു വിച്ച് ഡോക്ടർ എന്നൊക്കെ വിളിക്കാം. നീ പൊണ്ണ. കത്തിയ കൊരങ്ക. വേടൻ്റെ സ്മോക്കിംഗ് കമ്പനിയാ ഗുഗു. 7000 കണ്ടിയുമായിട്ടുള്ള ഞങ്ങളുടെ ഒരേ ഒരു കണക്റ്റിംഗ് ലിങ്ക്. ആൻഡ് ദിസ് ഈസ് ചാത്ത, ഗുഗുവിൻ്റെ അപ്രന്റീസ്. പോയോ?
ഇവർക്ക് തോന്നുമ്പോൾ വരും, തോന്നുമ്പോൾ പോകും. ഇതിൻ്റെ ഹിസ്റ്ററി കുറേ ഗുഗുത്തായി പറഞ്ഞിട്ടാണ് അറിഞ്ഞത്. പല ലൈബ്രറീസ് ആർക്കൈവ്സിൽ നിന്നൊക്കെ കുറച്ച് ഡീറ്റെയിൽസേ കിട്ടിയുള്ളൂ. ബാക്കിയെല്ലാം അസംഷൻസ് ആണ്. ഇങ്ങനെ ഒരു ഗ്രാമം ഉള്ളത് പബ്ലിക് ആക്കിക്കൂടെ? ഞാനത് പറഞ്ഞാൽ പ്രസ് വരും, ടൂറിസം ആവും, എല്ലാം ഒരു മോക്കറി ആവും. 7000 കണ്ടിയുടെ വേ ഓഫ് ലിവിങ് തന്നെ നശിച്ചു പോകും. ഈ എൻവയറമെന്റൽ പ്രൊട്ടക്ഷൻ ഫോഴ്സിനെ സമീപിച്ചിട്ടുണ്ടോ? എല്ലാം നോക്കി. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും കർണാടകയിലെയും എൻവയൺമെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിലും ഡിപ്പാർട്ട്മെൻറ്റ് സെക്രട്ടറീസിൻ്റെ അടുത്തൊക്കെ ഞാൻ കയറി ഇറങ്ങി. കൈക്കൂലി കുറേ കൊടുത്തു എന്നല്ലാതെ ഒരു ഫലവും ഉണ്ടായില്ല. എവിടെ ചെന്നാലും അവരുടെ ബ്യൂറോക്രസി, അവരുടേതായിട്ടുള്ള റീസണിങ്സ്. എൻവയൺമെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന പേരേ ഉള്ളൂ. ദേ ആർ ദ ലീസ്റ്റ് ബോദർ. കാട് സംരക്ഷിക്കാൻ സഹായം തേടി പല തേർഡ് റേറ്റ് പൊളിറ്റീഷ്യൻസിൻ്റെ അടുത്ത് ഞാൻ പോയി. എത്തിക്കിട്ടാൻ നിറയെ ഹെൽപ്പായിരിക്കും. இதுக்கெல்லாம் நிறைய டைமும் கேஷும் தேவை இருக்கு. இதுக்கு யாருக்கு டைம் இருக்கு சார்? அந்த மீட்டிங் எப்போ? ½ hour കഴിച്ചു സാർ. പക്ഷേ ഈ കാടിനെതിരെ നാട്ടുകാരുടെ പെറ്റീഷൻ പോയിട്ടുണ്ട്. ദേ ബിലീവ് ദാറ്റ് ദ ഫോറസ്റ്റ് ഈസ് ഹോണ്ടഡ്. സാറിൽ എനിക്ക് വളരെ പ്രതീക്ഷയുണ്ടായിരുന്നു. താങ്ക് യു.